ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു കറിയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ? ഉരുളക്കിഴങ്ങ് കറിയല്ല കേട്ടോ, കപ്പക്കറിയാണ്. കപ്പ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഒരു മസാലക്കറി. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം, അധികം ഇൻഗ്രീഡിയൻസ് വേണ്ട, അധികം സമയം വേണ്ട, വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. നമുക്ക് ചപ്പാത്തിയുടെ, അപ്പത്തിൻ്റെയും പുട്ടിൻ്റെയും ഒക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ കപ്പ മസാലക്കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ 1.5 കിലോ കപ്പ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പകുതി 3/4 കിലോയാണ് നമ്മളിപ്പോൾ കറി റെഡിയാക്കാൻ പോകുന്നത്. ഞാനിത് 2 റെസിപ്പിക്കും കൂടി ഒരുമിച്ച് എടുത്ത് വെച്ചിരിക്കുന്ന കപ്പയാണ്. അപ്പോൾ ക്ലീൻ ചെയ്യുന്നതിന് മുന്നേ ഉള്ള അളവാണ് കേട്ടോ പറഞ്ഞത് 1.5 കിലോ എന്നുള്ളത്. അപ്പോൾ 3/4 കിലോ കപ്പയിലേക്കായിട്ട് ഒരു മീഡിയം വലിപ്പമുള്ള സവോള വേണം, 3 പച്ചമുളക് വേണം, 1 പീസ് ഇഞ്ചി വേണം, പിന്നെ 2 തണ്ട് കറിവേപ്പില. നിങ്ങൾക്ക് വെളുത്തുള്ളി നിർബന്ധമാണെങ്കിൽ 2 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർക്കാം. ഞാൻ വെളുത്തുള്ളി ചേർക്കുന്നില്ല. കപ്പയ്ക്ക് വെളുത്തുള്ളി ചേർത്തില്ല എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, ചേർത്താലും ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ കപ്പയൊന്ന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുക്കറിൽ വേവിച്ചെടുക്കാം. അപ്പോൾ കപ്പയുടെ മുകളിൽ നിൽക്കുന്ന അളവിൽ വെള്ളം ചേർക്കണം. നമ്മളിപ്പോൾ കപ്പ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുക്കറിലാണ് കേട്ടോ ഞാൻ വേവിക്കാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ ഒരു വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. കപ്പ കട്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ കപ്പ മെഴുക്കുരട്ടിക്കൊക്കെ കട്ട് ചെയ്യില്ലേ, ആ ഒരു വലിപ്പത്തിലാണ്. ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ കപ്പ വേവാൻ സമയമെടുക്കും. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അതുപോലെ തന്നെ കപ്പയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർക്കാം. നമ്മളിതിൽ നിന്ന് വെള്ളം മാറ്റി കളയും, അതുകൊണ്ട് ഉപ്പ് കുറവായിരിക്കും കപ്പയ്ക്ക്. കുക്കായി കഴിയുമ്പോൾ നമ്മൾ വെള്ളം മാറ്റി കഴിയുമ്പോൾ. അപ്പോൾ നമ്മുടെ മസാലയിൽ നമുക്ക് നമ്മുടെ മസാലയിൽ നമുക്ക് ഉപ്പ് കൂടുതൽ ചേർക്കേണ്ടി വരും. ഇപ്പോൾ നമുക്കിതിലേക്ക് വെള്ളം ചേർക്കാം. കപ്പയുടെ തൊട്ട് മുകളിൽ നിൽക്കുന്ന രീതിയിൽ വെള്ളം ചേർക്കുക. ഒരു വിസിൽ വരുന്നവരെ കുക്ക് ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ കപ്പയ്ക്ക് ചെറിയ കയ്പുണ്ടാവും. ചില കപ്പയ്ക്ക് കയ്പുണ്ടാവില്ല. അപ്പോൾ ഏത് കപ്പയ്ക്കാണോ ആ കയ്പുള്ളതെന്ന് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ വെള്ളം ചേർത്തിട്ട് കുക്ക് ചെയ്യുന്നത്. ഇനി ഇത് അടച്ചു വെച്ച് ഒരു വിസിൽ വരുന്നവരെ കുക്ക് ചെയ്യാം. കുക്കായി കഴിയുമ്പോൾ ഈ വെള്ളം കംപ്ലീറ്റ് മാറ്റിയിട്ട് നമുക്ക് ഡ്രെയിൻ ചെയ്തെടുക്കാം. ഈ സമയത്ത് നമുക്ക് നമ്മുടെ മസാലയ്ക്കായിട്ട് സവോളയൊക്കെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കപ്പ നന്നായിട്ട് കുക്കായി ഞാൻ വെള്ളം മുഴുവൻ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് പകുതി എടുത്തിട്ട് നമുക്ക് നമ്മുടെ കറി ഉണ്ടാക്കാം. അതുപോലെ തന്നെ നമ്മൾ സവോള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സവോള നീളത്തിൽ കട്ട് ചെയ്തിട്ട് കുറുകെ കട്ട് ചെയ്ത് മുട്ട പൊരിക്കാൻ കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്തെടുത്തു. പച്ചമുളക് ഒന്ന് ചെരിച്ച് കട്ട് ചെയ്തെടുത്തു. ഇഞ്ചി പൊടിയായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് വെളുത്തുള്ളിയും മുറിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മസാല റെഡിയാക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ മസാല റെഡിയാക്കാനായിട്ട് ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടിയിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർക്കാം. ഈ ഒരു റെസിപ്പി വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം, അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് വറ്റൽമുളക് ചേർക്കണം എന്നുണ്ടെങ്കിൽ വറ്റൽമുളക് ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ വറ്റൽമുളക് ചേർക്കുന്നില്ല. പച്ചമുളകിൻ്റെ എരിവും മുളക് പൊടിയുടെ എരിവും മാത്രമേ ഉള്ളൂ. വറ്റൽമുളക് വറവിന് ചേർക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ചേർക്കാം, ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി കടുക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണാണ് ഞാൻ കടുക് ചേർക്കുന്നത്. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ വറ്റൽമുളക് ചേർക്കുന്നുണ്ടെങ്കിൽ ചേർക്കേണ്ടത്. ഞാനിപ്പോൾ വറ്റൽമുളക് ചേർക്കുന്നില്ല, പകരം ഞാനിപ്പോൾ ഇഞ്ചിയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വെളുത്തുള്ളി ചേർക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വെളുത്തുള്ളിയും കൂടി ചേർക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന സവോളയും ചേർക്കാം. പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ കപ്പയുടെ ഉപ്പ് നോക്കുക. കപ്പയ്ക്ക് ഉപ്പ് കുറവാണെങ്കിൽ നമ്മൾ ഈ സവോളയിലേക്ക് ഉപ്പ് കൂടുതൽ ചേർക്കണം. ഇപ്പോൾ ഞാൻ സവോളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ. സവോള ഒന്ന് ബ്രൗൺ ആയി വരുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പിലയും നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ചൂടുവെള്ളം ചേർത്തിട്ട് വേണം ഗ്രേവി റെഡിയാക്കാനായിട്ട്. പച്ചവെള്ളം ചേർക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ചൂടുവെള്ളം അല്ലാതെ പച്ചവെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അപ്പോൾ അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ കറിക്ക് ടേസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. നമ്മൾ പല റെസിപ്പിയും ചെയ്യുമ്പോൾ പറയാറുണ്ട് ചില റെസിപ്പികളിൽ ചൂടുവെള്ളം തന്നെ ചേർക്കണം എന്നുള്ളത്. അപ്പോൾ ഞാനൊന്ന് കപ്പ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കപ്പയുടെ ഉപ്പ് അനുസരിച്ച് വേണം നമുക്ക് നമ്മുടെ സവോളയിലേക്ക് ഉപ്പ് ചേർക്കാൻ. ഇതിവിടെ ഇരുന്ന് റെഡിയായി വരട്ടെ. കപ്പയ്ക്ക് കുറച്ച് ഉപ്പ് കുറവാണ്, നമുക്ക് കുറച്ചുകൂടി ഉപ്പ് സവോളയിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു റെസിപ്പി ചെയ്യുമ്പോൾ നന്നായിട്ട്
ഉടഞ്ഞു കിട്ടുന്ന കപ്പ വാങ്ങിക്കുക കേട്ടോ. ഇല്ലാതെ ഞാൻ കല്ല് പോലെ ഇരിക്കുന്ന കപ്പ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു കറി പെർഫെക്റ്റ് ആവില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മളിതിലേക്ക് വേറെ എക്സ്ട്രാ ഇൻഗ്രീഡിയൻസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല, അരപ്പ് ചേർക്കുന്നില്ല. അപ്പോൾ തിക്കായിട്ടുള്ള ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കപ്പ ഉടഞ്ഞു കിട്ടുന്നതായിരിക്കണം, അതാണ് ടേസ്റ്റ് ഉണ്ടാവുക കറിക്ക്. അപ്പോൾ നമ്മുടെ സവോളയൊന്നും ബ്രൗൺ ആയി തുടങ്ങുന്നുണ്ട്. നമുക്ക് കുറച്ച് വെള്ളം ചൂടാക്കാൻ വെക്കാം ഈ സമയത്ത് തന്നെ. ഇതിലേക്ക് നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം. നമ്മുടെ സവോളയുടെ കളർ ഇത്രയും മാറി വന്നാൽ മതി. അപ്പോൾ ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് പൊടികൾ ചേർക്കുന്നത്. ആദ്യം ചേർക്കുന്നത് നമ്മുടെ മല്ലിപ്പൊടിയാണ്. അധികം വേണ്ട കേട്ടോ മല്ലിപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ മതി. നമ്മൾ കപ്പയിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടെങ്കിലും ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. കാശ്മീരി ചില്ലി പൗഡറാണ്. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1/4 ടീസ്പൂൺ മതി. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഈ പൊടികളുടെ റോ സ്മെല്ല് മാറി വരുന്നത് വരെ ഇളക്കിയെടുക്കണം. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ കറിയാണ് കേട്ടോ. അധികം സമയമൊന്നും വേണ്ട ഈ ഒരു കറി ഉണ്ടാക്കാനായിട്ട്. ഇതിലേക്ക് നമുക്കിനി ഒരു 3/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർക്കാം. പിന്നെ നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർക്കാം കേട്ടോ. കുരുമുളക് പൊടി ചേർത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഞാനിപ്പോൾ പച്ചമുളകിൻ്റെ എരിവും ആ മുളക് പൊടിയുടെ ചെറിയൊരു എരിവും മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് കുരുമുളക് പൊടി ചേർക്കുന്നില്ല. എരിവ് കുറവാണെങ്കിൽ നമുക്ക് ഏത് സ്റ്റേജിൽ വേണമെങ്കിലും കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ ചേർത്ത് കൊടുക്കാം. കപ്പയുടെ പകുതിയാണ് ഞാൻ ചേർക്കുന്നത്. ഈ കപ്പ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. ഉടഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ നമുക്കിതിലേക്ക് ഗ്രേവി ആയിട്ട് ഉടച്ചെടുക്കാനുള്ളതാണ്, അതുകൊണ്ടാണ് ഉടഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ മസാല ഡ്രൈ ആക്കിയിട്ട് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് കഴിക്കാം കേട്ടോ. പിന്നെ നമ്മളത് ഗ്രേവി ആയിട്ട് പുട്ടിനും അപ്പത്തിനൊക്കെ കറിയായിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ മാത്രമാണ് ഞാനിപ്പോൾ ബാക്കിയുള്ള സ്റ്റേജ് ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമുള്ളത് കണ്ടോ, ഇളക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഉടഞ്ഞു വരുന്ന കപ്പയാണ്. വെള്ളം ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഇനി വെള്ളം ചേർക്കുകയാണ്. നമുക്ക് എത്ര ഗ്രേവി വേണം എന്നുള്ളതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. കുറച്ചുകൂടി വെള്ളം ചേർക്കാം. എന്താണെന്ന് വെച്ചാൽ കപ്പയാണ് വേഗം തന്നെ കുറുകിപ്പോവും. കണ്ടോ, ഇപ്പോൾ തന്നെ കുറുകി തുടങ്ങി. നമുക്ക് കുറച്ചധികം വെള്ളം ചേർക്കാം. അതിനുശേഷം നമുക്ക് വലിയ പീസുള്ള കപ്പയൊക്കെ ഒന്ന് ഉടച്ചെടുക്കാം. കുറച്ച് ഗ്രേവി ഉണ്ടെങ്കിലാണ് ഈ ഒരു കറി പെർഫെക്റ്റ് ആവുള്ളൂ, അപ്പത്തിൻ്റെയും പുട്ടിൻ്റെയും ഒക്കെ കൂടെ. ഞാനിപ്പോൾ ഏകദേശം 2 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വരുമ്പോൾ നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. 2-3 പീസ് കപ്പ ഉടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഉടച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കപ്പ നന്നായിട്ട് ഉടഞ്ഞ് തിക്കായിട്ടുള്ള ഗ്രേവി ആയി വന്നോളും. വേഗം തന്നെ കുറുകുകയും ചെയ്യും. ഒരുപാട് സമയം എടുക്കില്ല കേട്ടോ കുറുകാനായിട്ട്. കണ്ടോ, ഇതുപോലെ ഉടച്ച് തിക്കായിട്ടുള്ള ഗ്രേവി ആക്കിയെടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം കൂട്ടി വയ്ക്കാം. ഇനി നമുക്കൊന്ന് ഉപ്പൊക്കെ ചെക്ക് ചെയ്യാം, എരിവ് ചെക്ക് ചെയ്യാം. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർക്കാം, എരിവ് കുറവാണെങ്കിൽ കുരുമുളക് പൊടിയോ പച്ചമുളകോ ചേർക്കാം. 2 ഓപ്ഷൻ ഉണ്ട് ഇതിൽ. ഉപ്പൊക്കെ കറക്റ്റാണ്. കപ്പയ്ക്കും ഗ്രേവിക്കും എല്ലാം ഉപ്പുണ്ട്. അപ്പോൾ ഞാൻ ഇത്രയും വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി ഇതിലേക്ക് വേറെ ഒന്നും നമുക്ക് ചേർക്കാനില്ല. അപ്പോൾ ഇത്രയും ഗ്രേവിയോടുകൂടി ഓഫ് ചെയ്താൽ ചൂട് മാറി വരുമ്പോൾ നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആയിട്ട് വരുള്ളൂ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഓഫ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒന്ന് തിളപ്പിക്കാം. അപ്പോൾ കഴിഞ്ഞു നമ്മുടെ കപ്പ കറിയുടെ പരിപാടി. കപ്പ മസാല റെഡി ആയി കഴിഞ്ഞു. കപ്പ മസാലയല്ല, കപ്പ മസാലക്കറി വളരെ എളുപ്പത്തിൽ റെഡി ആയി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു സവാളയും കുറച്ച് കപ്പയൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ വൈകുന്നേരം ചായക്ക് കപ്പ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കുറച്ചെടുത്ത് മാറ്റി വയ്ക്കുക. അടുത്ത ദിവസം ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഒക്കെ കറിയായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണിത്. ഇതുപോലെ കറിയാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ഉരുളക്കിഴങ്ങ്, തക്കാളി അല്ലെങ്കിൽ പരിപ്പൊക്കെ അല്ലേ കറി ഉണ്ടാക്കുക. പിന്നെ റെയറായിട്ട് കോളിഫ്ലവർ കറി ഉണ്ടാവും, ഇല്ലെങ്കിൽ ഒരു വെജിറ്റബിൾ കറി ഉണ്ടാവും. ഇതാവുമ്പോൾ പുട്ടിനും അപ്പത്തിനും ചപ്പാത്തിക്കും എല്ലാം പറ്റുന്ന കറിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു കറിയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. കണ്ടോ, കുറുകി വരുന്നുണ്ട്. ചൂട് മാറി വരുന്നതനുസരിച്ച് വീണ്ടും തിക്കായിട്ട് വരും.
അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.